നമ്മുടെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് യൂണിഫോം ഓർഡറിലാണോ എന്ന് പറയുന്നതിലൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. മെഡിക്കേഷൻ ഓർഡേഴ്സ് ആർ ലെജിബിൾ, ഡേറ്റഡ്, ടൈംഡ് ആൻഡ് സൈൻഡ്. സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസസ് ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മെഡിക്കേഷൻ ഓർഡേഴ്സ് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ, വായിക്കാവുന്ന വിധത്തിൽ ആയിരിക്കണം. അതിൽ ഡേറ്റും സൈനും ഉണ്ടായിരിക്കണം. എഴുതുന്ന ഡോക്ടറുടെ പേരിന് എഗെയിൻസ്റ്റായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടാവണം. കൃത്യമായിട്ട് ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഡോക്ടേഴ്സിൻ്റെ സൈനും സിഗ്നേച്ചറും എല്ലാം ആൾറെഡി ഡിജിറ്റലി സോഫ്റ്റ്വെയറിൽ എൻ്റേഡ് ആയിരിക്കും. ആ ഡോക്ടർ ലോഗിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതവിടെ വരും. നമ്മൾ പേപ്പറിൽ എഴുതുകയാണെങ്കിൽ നമ്മുടെ EMRൽ കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ പ്രിസ്ക്രിപ്ഷൻ വരാനായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ നടന്നോളും. പക്ഷേ നമ്മൾ എഴുതുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് എഴുതണം. ഇമ്പോസിബിൾ ആണെന്ന് തോന്നും, പക്ഷേ അതാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രിസ്ക്രിപ്ഷൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് സമയം അല്പം എടുത്തേക്കും. അപ്പോൾ വേണ്ട, EMRൽ വാ, പറഞ്ഞാൽ മതി, പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കോളും. ഗ്രേപ്സിലാണെങ്കിൽ അതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ ഉപയോഗിച്ചോളും സോഫ്റ്റ്വെയർ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരില്ല, കാരണം ഗ്രേപ്സിൻ്റെ വൊക്കാബുലറി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ സൂക്ഷിക്കുന്നുണ്ട്. അത് കാരണം ഏതെങ്കിലും ഇങ്ങനെ വരച്ച് വിടേണ്ട ആവശ്യം നമുക്ക് വരില്ല. സ്പെല്ലിങ്ങിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കിട്ടുമെന്നതും ഡേറ്റും ടൈമും സൈനും ഉണ്ടായിരിക്കുമെന്നതും ഒരു ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷനിൽ ആൾറെഡി ഉണ്ടായിരിക്കെ ഏതെങ്കിലും ഡോക്ടർ അദ്ദേഹം ഹാൻഡ് റൈറ്റിങ്ങിലാണ്, ഒരു പേപ്പറിലാണ്, സ്ലിപ്പിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് മാസ്റ്റർ സിഗ്നേച്ചർ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അതിൽ നേരെ അതൊക്കെ ഒരു ഇച്ചിരി ഓൾഡ് ഇതാണ്. ഈ NABH എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, കമ്മിറ്റ്മെൻ്റ് ആണ് 5C പറയുന്നത്. മെഡിക്കേഷൻ ഓർഡേഴ്സ് ആർ ലെജിബിൾ, ഡേറ്റഡ്, ടൈംഡ് ആൻഡ് സൈൻഡ്. സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസസ് ഗൈഡ് ലൈൻസ് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഡോക്ടറാണ് എഴുതിയത്, ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതിയ ആളുടെ ഐഡൻറ്റിറ്റി അവിടെ ഉണ്ടാവണം. എംപ്ലോയി കോഡ്, അദ്ദേഹത്തിൻ്റെ പേര്, അങ്ങനെ അദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഇൻഫർമേഷൻസ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് 5C, MOM 5C.